ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് പ്രോംപ്റ്റ് ഡയലോഗ് ബോക്സിനെ കുറിച്ചാണ്. പ്രോംപ്റ്റ് ഡയലോഗ് ബോക്സ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു വെബ് പേജ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ യൂസർക്ക് എന്തെങ്കിലും പ്രത്യേകം കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ വെബ് പേജിൽ ഓപ്പൺ ചെയ്തു വരുന്ന ചെറിയ ബോക്സുകളെയാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോംപ്റ്റ്സ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു യൂസർ ഒരു വെബ് പേജിലേക്ക് കയറുന്നതിന് മുമ്പ് ആ യൂസർക്ക് എന്തെങ്കിലും വിവരങ്ങൾ നമ്മൾ വെബ് പേജിലേക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീനിൽ ഒരു ടെക്സ്റ്റ് ബോക്സും അതിൻ്റെ അനുസരിച്ചൊരു മെസ്സേജും ഉണ്ടാവും. അപ്പോൾ ആ മെസ്സേജിന് നമുക്ക് ആ ബോക്സിലേക്ക് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ ഡയലോഗ് ബോക്സിന് 2 ബട്ടണാണ് വരുന്നത്. ഒന്നാമത്തത് ഓക്കെയും അതേപോലെ തന്നെ രണ്ടാമത് ക്യാൻസലും. ഇങ്ങനെ ഈ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ പ്രോംപ്റ്റ് ഡയലോഗ് ബോക്സിൽ 2 ആർഗ്യുമെൻ്റാണ് വരുന്നത്. ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് ടെക്സ്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതുണ്ടാവും. അതേപോലെ തന്നെ ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക മെസ്സേജ് ചേർത്ത് കൊടുക്കണോ അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പ്രോംപ്റ്റിൽ ഓക്കെ ആണ് അമർത്തുന്നതെങ്കിൽ നമ്മൾ അതിനുള്ളിൽ കൊടുത്ത വാല്യൂസ് നമ്മുടെ വെബ് പേജിലേക്ക് ആക്സസ് ചെയ്തെടുക്കുകയും ഇനി അതർവൈസ് നമ്മൾ ക്യാൻസലാണ് അമർത്തുന്നതെങ്കിൽ നമുക്കൊരു നൾ വാല്യൂ ആണ്, അതായത് ഒന്നുമില്ലാത്തൊരു വാല്യൂ ആണ് നമുക്കിതിലേക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പ്രോംപ്റ്റ് അധികം ഒന്നും നമ്മുടെ വെബ് പേജിൽ ഉപയോഗിക്കാറില്ല. കാരണം ഈ പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് വന്നാൽ അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ആക്ഷൻ ചെയ്താൽ മാത്രമേ നമ്മുടെ വെബ് പേജിലേക്ക് നമുക്ക് കടക്കാൻ കഴിയൂ. അതല്ലെങ്കിൽ സ്ക്രീനിൻ്റെ മുകളിൽ നമ്മളെ വെബ് പേജിൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും മറച്ച് ഒരു ബോക്സ് ആയിട്ട് നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ മുമ്പുണ്ടായിരുന്ന ഡാറ്റാസ് എല്ലാം ഞാനിവിടുന്ന് ഒഴിവാക്കി. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമുക്കിവിടെ വന്ന് HTML വെച്ച് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ വന്ന് HTML എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ സ്ക്രിപ്റ്റ് നമ്മൾ തുടങ്ങുകയാണ്. ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് തുടങ്ങുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷന് ചേർത്ത് കൊടുത്തു. ഇഷ്ടമുള്ള പേരെന്താണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഫംഗ്ഷൻ്റെ പേര് ആഡ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്ത് പേരാണോ നമുക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഈ ഫംഗ്ഷൻ ബോഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു പ്രോംപ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രോംപ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബ്രാക്കറ്റ് ഇടുന്നതിന് ശേഷം നമുക്ക് എന്താണോ നമുക്ക് പ്രോംപ്റ്റിൻ്റെ ബോക്സ് എന്താണോ നമുക്ക് ടെക്സ്റ്റായിട്ട് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ഒരു ടെക്സ്റ്റ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ദിസ് ഈസ് എ പ്രോംപ്റ്റ് ബോക്സ് എന്ന് ചേർത്ത് കൊടുത്തു. ഇഷ്ടമുള്ളത് എന്താണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണം എന്നില്ല. അപ്പോൾ ഞാൻ പ്രോംപ്റ്റ് ബോക്സ് എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്കിവിടെ ആ പ്രോംപ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് മെസ്സേജ് ആണോ വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. ഞാൻ ജസ്റ്റ് അലോ വേൾഡ് എന്നൊരു ടെക്സ്റ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ബട്ടൺ ആയതുകൊണ്ട് നമ്മൾ ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. ഈ ബട്ടൺ നമ്മളൊരു വാല്യൂ ബട്ടൻ്റെ ഉള്ളിൽ നമ്മളൊരു ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുക്കണം. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനാണോ ഓപ്പൺ ചെയ്ത് വരേണ്ടത് ആ ഫംഗ്ഷൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. നമുക്ക് ആഡ് എന്നുള്ള ഫംഗ്ഷനാണ് ഓപ്പൺ ചെയ്ത് വരേണ്ടത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. ഞാൻ ക്ലിക്ക് മീ എന്ന ടെക്സ്റ്റും ചേർത്ത് കൊടുത്തു. ഇതൊന്ന് സേവ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇതുപോലെ ഒരു ബോക്സ് ആയിരിക്കും തുറന്നു വരിക. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഒരു മെസ്സേജ് ബോക്സ് കാണിച്ചു തരും. ഇതിൽ നമ്മൾ ആദ്യം ഈ ഭാഗത്ത് കൊടുത്തതാണ് എന്താണോ അതായിരിക്കും നമുക്ക് ആദ്യം തന്നെ ഇവിടെ മുകളിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമ്മളിവിടെ അലോ വേൾഡ് എന്ന് കൊടുത്ത ടെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് നമുക്ക് എന്താണോ മെസ്സേജ് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇവിടെ വന്ന് ഓക്കെ ക്ലിക്ക് ചെയ്താൽ നേരെ ആ പേജിലേക്ക് കടക്കും. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലുണ്ടായിരുന്ന എല്ലാം ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഈ ഫംഗ്ഷന് മാത്രം നിർത്താം, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. വേരിയബിളിൻ്റെ പേര് എ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു അതിനുശേഷം നമ്മളിവിടെ പ്രോംപ്റ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂ ആണ് ഈ എ എന്നുള്ള വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് സ്ക്രീനിൽ എന്താണോ നമുക്ക് മെസ്സേജ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ എൻ്റർ സം ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് എന്താണോ നമുക്ക് ആ സ്ക്രീനിൻ്റെ ഉള്ളിൽ ആ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് മെസ്സേജ് ആയിട്ട് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു മെസ്സേജ് ഇവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ,
ഒരു മെസ്സേജ് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്നൊരു ഈഫ് കണ്ടീഷൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഈഫ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമുക്ക് ഇതിലേക്കും ഈഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈഫ് ചേർത്ത് കൊടുക്കാൻ നമ്മളിവിടെ വന്ന് ഈഫ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ എ എന്നുള്ളത് നോട്ട് ഈക്വൽ ടു നൾ, അതായത് നൾ അല്ലെങ്കിൽ, അപ്പോൾ നോട്ട് ഈക്വൽ ടു നൾ എന്ന് ചേർത്ത് കൊടുത്തു. അതായത് നൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഈഫ് കണ്ടീഷൻ വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് ചേർത്ത് കൊടുക്കുക ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമുക്കിവിടെ ഒരു പാരഗ്രാഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ പേര് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് ഇന്നർ HTML ഇന്നർ ഇവിടെ വന്ന് ഡോട്ട് ഇന്നർ HTML എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു നമുക്കിവിടെ വന്ന് വെൽക്കം ടു ഇട്ടതിന് ശേഷം നമുക്ക് ആ മെസ്സേജ് വരാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളെ പ്രോംപ്റ്റ് ബോക്സിൽ എന്താണോ കൊടുക്കണം ആ മെസ്സേജ് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ചേർത്ത് കൊടുത്തത്. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഒരു പാരഗ്രാഫ്, നമുക്ക് ഈ ബട്ടൻ്റെ താഴെ നമുക്കൊരു പാരഗ്രാഫ് കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാരഗ്രാഫിൻ്റെ പേര് നമ്മളിവിടെ P എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഈ പാരഗ്രാഫിന് നമ്മളൊരു ID ചേർത്ത് കൊടുക്കുന്നുണ്ട്. ID എന്ന് പറയുന്നത് നമ്മളിവിടെ വന്ന് പാരഗ്രാഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മെസ്സേജ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മെസ്സേജ് നമ്മൾ ആ പ്രോംപ്റ്റ് ബോക്സിൽ എന്താണോ എൻ്റർ ചെയ്യുന്നത് അതായിരിക്കും നമുക്ക് മെസ്സേജ് ആയിട്ട് വരിക. ഇതൊന്ന് ഞാൻ ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്കിവിടെ വന്ന് ഇവിടെ നമുക്ക് എന്താണോ മെസ്സേജ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് എൻ്റെ പേര് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓക്കെ അമർത്തുമ്പോൾ നമുക്കിവിടെ ആ മെസ്സേജ് ആരതാണോ നമ്മൾ ആ പേര് കൊടുത്തത് ആ മെസ്സേജ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇങ്ങനെ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂവും നമുക്കിതുപോലെ ആക്സസ് ചെയ്തെടുക്കാം. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു പ്രോംപ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. പ്രോംപ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ ഇട്ടു. ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ഹലോ വേൾഡ് എന്നൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് ന്യൂ ലൈന് വരാൻ വേണ്ടി നമ്മൾ /n ഇട്ടിട്ടുണ്ട്. നമ്മൾ അറിയാം പ്രോഗ്രാമിൽ നമുക്ക് പുതിയ ലൈന് വരാൻ വേണ്ടിയാണ് /n ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു ടെക്സ്റ്റ് കൂടി ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് വീണ്ടും ഒരു ന്യൂ ലൈന് വരാൻ വേണ്ടി നമ്മൾ /n ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറെ മെസ്സേജ് കൂടി ചേർത്ത് കൊടുക്കാം. ദിസ് ഈസ് എ പ്രോംപ്റ്റ് ബോക്സ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കൊടുത്ത രൂപത്തിൽ തന്നെ ഇവിടെ ഈ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഈ ഫംഗ്ഷന് നമ്മളിവിടുന്ന് ഈ പാരഗ്രാഫ് ഫംഗ്ഷന് ഞാനിവിടുന്ന് പാരഗ്രാഫ് ടാഗ് ഇവിടുന്ന് ഒഴിവാക്കി. ഇതൊന്നുകൂടി സേവ് ചെയ്തു ഞാനിവിടെ ഇതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് ആദ്യം തന്നെ നമ്മൾ കൊടുത്ത മെസ്സേജ് എന്താണെങ്കിൽ അത് കാണിച്ചു തരും. അതിനുശേഷം ന്യൂ ലൈനിലായിട്ട് നമ്മൾ അടുത്തത് എന്താണോ മെസ്സേജ് കൊടുത്തത് അത് കാണിച്ചു തരും. അതിനുശേഷം നമുക്ക് ന്യൂ ലൈനിൽ നമ്മൾ വേറൊരു ടെക്സ്റ്റ് എന്താണോ ചേർത്തത് അത് നമുക്ക് ഈ രൂപത്തിൽ കാണിച്ചു തരും. ഓക്കെ അമർത്തിയാലും ക്യാൻസൽ അമർത്തിയാലും നമുക്ക് ഈ ബോക്സ് ഇവിടുന്ന് ഹൈഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ നമുക്ക് വെബ് പേജിൽ പ്രോംപ്റ്റ് ഉപയോഗിക്കാമെന്നും പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും അതേപോലെ പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നിങ്ങളുടെ മുമ്പിൽ കുറച്ച് എക്സാമ്പിളും ചെയ്തു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.